വിക്രമിന്റെ കാര്യത്തിൽ ഉപ്പ മുജ്ബിറായ വലിയാണ്. പെണ്ണിന്റെ സമ്മതം വകവെക്കാതെ കെട്ടിക്കൽ ജായിസാണ്. ഉപ്പയില്ലാതിരിക്കുമ്പോൾ ഉപ്പ മുജ്ബിറായ വലി. അവൾക്ക് സമ്മതം ഇല്ലെങ്കിൽ തന്നെ എന്താക്കാം, അവളുടെ ഇതിന് പ്രശ്നമേ അല്ല. മുജ്ബിറല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും അല്ലാത്തവർ, അല്ലെങ്കിൽ പെണ്ണ് സയ്യിബാണ്, എന്നാൽ എല്ലാവരും ഗൈർ മുജ്ബിറാണ്. പെണ്ണിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങണ്ടേ. ബിക്രാണെങ്കിൽ ഉപ്പ ഇല്ലാത്ത സമയത്ത് ഉപ്പാൻ്റെ ഉപ്പ മുജ്ബിറായി മാറും. ആരുടെ തൃപ്തി വേണ്ടതില്ല, അവളുടെ ഉപ്പ അത്രയും ശക്തമായ ഒരു മർത്തബയിലാണ് എന്നാണ്. ഉപ്പാന്റെ സ്ഥാനത്താണ് ഉപ്പാൻ്റെ ഉപ്പ. പക്ഷേ കെട്ടിക്കൽ സഹിയാകുന്നതിനും കുറ്റത്തിൽ നിന്ന് വിരമിക്കുന്നതിനും ഷർത്ത് അധികം ഉണ്ട്. ഷർത്ത് തസ്വീജിൽ അബി അബിൽ ജദ്ദി ഇന്ദ അദമിൽ അബി ബിൽ ഇജ്ബാരി സബ്അ. 7 ഷർത്തുകൾ നിലനിർത്തണം. അതിൽ 4 ഷർത്ത് നിക്കാഹിനെ ഫസാദാക്കി കളയും. 4 ഷർത്ത് ഭംഗം വന്നാൽ 3 ഷർത്ത് ഹറാമിലേക്ക് കൂട്ടും. നിക്കാഹ് ശരിയല്ല. ടോട്ടൽ വുജൂബായത് 7. ടോട്ടൽ 7. അതില് 4 സിഹത്തിന് തട്ടും, 3 ജവാസിന് തട്ടും, ഹറാമിലേക്ക് കൂട്ടും. ഏതെല്ലാം 4? അവളുടെയും വലിയന്റെയും ഇടയിൽ അതിശക്തമായ എതിർപ്പില്ലാതിരിക്കൽ. അവളുടെയും വലിയന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ വലിയനെ പെണ്ണിന്റെ നേരെ ദേഷ്യം ഇല്ലാതിരിക്കൽ. വലിയന് പെണ്ണിന്റെ നേരെ അവൾക്ക് ഇങ്ങോട്ടല്ല പറഞ്ഞത്, ഇന്ന് അങ്ങോട്ട്. വളരെ 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 ശക്തമായ എതിർപ്പുണ്ടെങ്കിൽ ഈ പെണ്ണിനെ കുടുക്കിക്കളയും. ആർക്കെങ്കിലും കെട്ടിച്ചിട്ട് എന്ത് വേണം? ഒന്നാമത്തെ ശക്തതാണ് ഈ വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണിന്റെയും വലിയന്റെയും ഇടയിൽ എതിർപ്പ്. എതിർപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പില്ലാതിരിക്കലല്ല. വലിയനെ പെണ്ണിന്റെ നേരെ വളരെ 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 ശക്തമായ എതിർപ്പുണ്ടെങ്കിൽ മാത്രം പ്രശ്നമാവും. ചെറിയ എതിർപ്പ് സാധിക്കില്ല. അതുകൊണ്ടൊന്നും പിതാവ് ആരെ ബുദ്ധിമുട്ടിൽ കൊണ്ടിടൂല, മക്കളെ ഇടില്ല. ഉപ്പയല്ലേ എന്നുള്ള നോട്ടം വരും. അദാവത്തും ലാഹിറത്തും ജലിയത്തും കവിയ. വളരെ 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 വ്യക്തമായ ഒരു പോരാട്ടം ഉപ്പാന്റെ ഭാഗത്തിൽ നിന്ന് മകളുടെ നേരെ. എങ്കിൽ കെട്ടിച്ചൂടാ, തീരെ എതിർപ്പില്ലെങ്കിൽ കെട്ടിക്ക. പെണ്ണിന് ഇങ്ങോട്ട് എതിർപ്പുണ്ട്, എന്നാലും കെട്ടിക്ക, സമ്മതമില്ലാണ്ട്. ഇനി ഉപ്പാക്ക് തന്നെ എതിർപ്പുണ്ട്, ആരുടെ നേരെ? മഹബത്ത് കേടുണ്ട്, ചെറുക്കന. എന്നാല് ഈ നിയമം എന്തിനാ വെച്ചത്? അങ്ങനെ വളരെ കഠോരമായ വിദ്വേഷം വലിയന് പെണ്ണിന്റെ നേരെ ഉണ്ടെങ്കിൽ യുസ്തറത്തുല്യതിനു ഒന്ന് കണക്കായില്ലേ? സമ്മതം ഇല്ലാണ്ട് കെട്ടിച്ച വാതിൽ മർദൂതാണ്. കെട്ടിച്ച ആളെന്നെ കുത്തിയിട്ട് നടക്കേണ്ടി വരും. പെണ്ണിന് റദ്ദ് ചെയ്യാൻ ജായിസ്. രണ്ടാമത്തത് പെണ്ണിന്റെയും സൗജിന്റെയും ഇടയിൽ അളവ് എതിർപ്പില്ലാണ്ടിരിക്കണം. ഇസ്കാല തറത്ത് പോലും വിദ്വേഷം ഇല്ലാതിരിക്കണം. അന്നങ്ങനെ ചേർത്ത് വെച്ചത് വലിയ പക വീട്ടിക്കളിയും പൂർവ്വ വൈരാഗ്യം വെച്ചിട്ട്. കാരണം പെണ്ണിനെ പറ്റേ ഇവൻക്ക് വിട്ടുകിട്ടുന്നതല്ലേ, എന്തില്ലാണ്ടിരിക്കണം. 2. മൂന്നാമത്തത് കുഫുവത്ത ഭർത്താവാണെങ്കിലാണ് സമ്മതമില്ലാതെ കെട്ടിക്ക്. കുഫുവിന് ഒരു ലേശം കുറവുണ്ടെങ്കിൽ അവളുടെ പിന്നാലെ നടക്കണം. കുഫുവ് ആയിട്ടില്ല, ഇത് മതിയോ
ഇത് മതിയോ? കുഫുവ് ഒത്തെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റൂ. കുഫുവ് ഒത്തിട്ടുണ്ടോ നോക്കേണ്ടത് 5 വിഷയത്തിലാണ്. ശർത്തുൽ കഫാഅത്തി ഖംസതുൻ ഖദ് ഹുറിറത് യുംബിക അൻഹാ ബൈതു ശിഅരിൻ മുഫ്രദി നസബുൻ വദീനുൻ ഇർഫത്തുൻ ഹുദ്ദിയത്തുൻ ഫഖ്ദുൽ ഉയൂബി വഫിൽ യസാരി തറദ്ദുദു. നസബ് ഒന്ന് സലാമത്തു മിനൽ ഉയൂബ്, ഭ്രാന്ത്, കുറ്റം, വെള്ളപ്പാട്. പോലോത്ത നീചവും നികൃഷ്ടവുമായ രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. ഒന്ന്. രണ്ടാമത്തത് സ്വാതന്ത്ര്യം, അടിമയാകാൻ പറ്റൂല. മൂന്നാമത്തത് നസബ്, ആരിലേക്കാണോ പിതാക്കന്മാരുടെ പേര് മുട്ടുന്നത് അതിന്റെ മഹിമ നസബ്. 4 ദീനിയായ ചിട്ട, മുബ്തദിയാണെങ്കിൽ പറ്റൂല, ഫാസിഖാണെങ്കിൽ പറ്റൂല. 5-മത്തത് ജോലി, ജോലി കൊണ്ട് കേളിയുമേനി വേണ്ടേ. നസബും വദീനുൻ ഇർഫത്തുൻ ഹുദ്ദിയത്തുൻ ഫഖ്ദുൽ ഉയൂബി വഫിൽ യസാരി തറദ്ദുദു. 5 വിഷയം പരിശോധിച്ച് ഉറപ്പുവരുത്തണം. 100 ശരിയാണ് എന്ന് ഉറപ്പ്, ക്ലിയറൻസ് കിട്ടിയാലേ പെണ്ണിന്റെ സമ്മതം ഇല്ലാണ്ട് കെട്ടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലും കെട്ടിക്കാൻ പെണ്ണിന്റെ ഉറപ്പ് കിട്ടണം. പെണ്ണിനോട് എണ്ണി പറഞ്ഞിട്ട് ഇനി പോരായ്മ ഉണ്ട്. ഒന്ന് സലാമത്ത് മിനൽ ഉയൂബീൻ, ഐബ് എന്ന് പറഞ്ഞാൽ നീചവും നികൃഷ്ടവുമായ ഐബാവത്ത്, ഭ്രാന്ത്, കുറ്റം, വെള്ളപ്പാണ്ട് പോലത്ത. രണ്ടാമത്തത് ഹുറിയത്ത്, അത് പിന്നെ ഇപ്പൊ എപ്പോഴും ഉണ്ടല്ലോ. മൂന്നാമത്തത് നസബ് പോലും. പെണ്ണിന്റെ നസബ് എത്ര മുന്തിയതാണോ അത്ര നസബെങ്കിലും ആർക്ക് വേണോ? ആകെ നസബ് തൂക്കിയിട്ട് നിന്റെ അച്ഛൻ ആര്, അച്ഛൻ്റെ അച്ഛൻ ആര്, നീ എവിടം വരെ എത്തും, നിന്റെ ഫാമിലിയും പെണ്ണിന്റെ ഫാമിലി വെച്ച് നോക്കിയിട്ട് മുസാവാത്ത് ഉണ്ടെങ്കിൽ പറ്റും. ഡൗൺ ആണ് നസബ്, അത് എന്നാ പറ്റൂല. ഭർത്താവിന്റെ നസബ് വെച്ച് നോക്കിയാ പെണ്ണിന്റെ നസബിന്റെ അത്ര ഇല്ല പോലും, കുറെ കുറവ് പോലും. നസബ് ഒന്നിക്കൽ അഹ്ലു ബൈത്ത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉലമായിലേക്ക് ചേർത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വിലായത്തിലേക്കെല്ലാം ചേർത്തിട്ട്. പെണ്ണിന്റെ ആൾക്കാർ വലിയുണ്ട് പോലും, ആലിമീങ്ങളുണ്ട് പോലും, ഉപ്പാന്റെ ഭാഗത്ത് അത്ര ഒന്നും ഇല്ല പോലും. പ്രശ്നം വരും. ഇഫത്ത്, മതപരമായ പുരോഗതി. താരിഖു സലാത്ത് പറ്റോ? മുബ്തദി പറ്റോ? മുബ്തദിയാകുമ്പോ ഈമാനിന് ഡാമേജ് വന്നു, ഫാസിഖാകുമ്പോ കർമ്മങ്ങൾക്ക് ഡാമേജ് വന്നില്ല. പിന്നെ ജോലി പോലും എത്ര കിട്ടുന്നല്ല പോലും നോക്കല്. ജോലിയിൽ പെരുമ ഉണ്ടോ ഇല്ലേ? കിട്ടുന്നത് 5 പൈസയായാൽ ജോലി കൊണ്ട് പെരുമാടിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഞാൻ പെരുമ തീരുന്നില്ല. എത്ര ഉണ്ടാക്കിയെന്നല്ല, പെണ്ണുങ്ങളോ വിഷയം നടക്കുവാടെ. അവർക്കെന്താ പണിയെന്ന് ചോദിച്ചിട്ടാ വിലയിരുത്തല്. അപ്പം പെണ്ണിനെ ആകെ അപ്സെറ്റ് ആകാൻ പറ്റോ? അവർക്കെന്താ കേട്ടാ. പിന്നെ സാമ്പത്തികം പരിഗണിക്കണോ? വേണ്ട, മെത്തമത്. ജമാല് പരിഗണിക്കണോ? വേണ്ട, മെത്തമത്. ജമാലില്ലെങ്കിലും പ്രശ്നമില്ല. ജമാലുണ്ടായിട്ടെന്ത് വേണ്ടി? ആള് നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ജമാലുൽ വജ്ഹി മഅഖുബിൻ നുഫൂസി കഖിന്ദീരിൻ അലാ ഖബരിൽ മജൂസി. ആള് നന്നായിട്ടില്ലെങ്കിൽ സ്റ്റൈൽ ഉണ്ടായിട്ട് എന്ത് വാക്കാനോ? സ്റ്റൈല് നീ നോക്കിയേ വേണ്ട. 7 8-മത്തത് പ്രായം പരിഗണിക്കണോ? വേണ്ട. പ്രായമൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല.
പ്രായം 100 300 കേസുണ്ടാ. ഇങ്ങനെ എന്ത് വേണം? അങ്ങനെയുള്ള ചർച്ചകളുണ്ട്. കഫാഅത്തിന്റെ അടുത്ത് പൈസ പരിഗണിക്കണ്ടേ? മുതൽ കൂടിയ പെണ്ണിനെ മുതൽ കുറഞ്ഞ ആൾ കെട്ടിക്കൂടോ? മുതൽ നോക്കുന്നേ ഇല്ല പോലും. എന്നാ പറഞ്ഞത്. ജമാൽ നോക്കിയാ വേണ്ട പോലും. ജമാല് പ്രശ്നമാക്കണ്ട, രക്തഗ്രൂപ്പിലൊക്കെ ഉണ്ടതില്ല. അതുപോലെ എന്ത് വേണ്ട? സാമർത്ഥ്യത്തിലും കുസൃതിയിലും വെക്കണം. അതുപോലെ മെമ്മറി പവറിൽ വെക്കണം. ഭയങ്കര ഓർമ്മശക്തിയും ഓട്ടവും ചാട്ടവും ഉണ്ട് പോലും. എന്നാലും അതൊന്നും ഇവിടെ നോക്കേ വേണ്ടെന്നാ പറയും അല്ലേ? പ്രായവും നോക്കണ്ട. പ്രായാധികമായി പോയിന്ന് പോലും. ഭർത്താവിന് 40 പോലും. അല്ല പെണ്ണി 18 ഉള്ളൂ. പ്രശ്നമില്ല കേട്ടാ. കഫാത്തിനാണ് അളവ് വ്യത്യാസം വന്നു പോയാൽ പെണ്ണിന്റെ താഴെ സുജൂദ് ചെയ്യണം. പെണ്ണിനോട് എണ്ണി പറയണം, വേണമെങ്കിൽ എടുത്താൽ മതി, ഞാൻ കൊണ്ടുവന്നിട്ട് മോശമായി എന്ന് പറയണ്ട. 4-മത്തത് മഹ്റുൽ മിസ്ലി കൊടുക്കാനാവത് വേണം. റെഡി ക്യാഷ് മഹ്റുൽ മിസ്ലി ഹാജറായിട്ട് സ്റ്റോക്ക് വേണം. ജുംഹൂർ എങ്ങനെ പറഞ്ഞത്? അല്ല, പറഞ്ഞ പൈസ കൊടുക്കാനാവുന്നു. മൂസിറമ്മി മഹ്റുൽ മിസ്ലി ജുംഹൂർ പറഞ്ഞത്. പറഞ്ഞ പൈസ എന്നാണ് ന്യായ പറഞ്ഞത്. അതായത് മഹർ കൊടുക്കാനാവതില്ലെങ്കിൽ പിന്നെ എന്തിനേയും കെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഉരസൽ വരും. കൊടുക്കലപ്പം കൊടുത്തോ, മഹർ മിസ്ലി അവൻ്റെ കയ്യിൽ സ്റ്റോക്ക് വേണം. നാലായില്ലേ? ഈ 4-ൽ നിന്ന് വല്ലതും ഭംഗപ്പെടുത്തിയാൽ ഇതിന് ഷർത്താക്കപ്പെടും. ഇതില്ലാണ്ട് കെട്ടിച്ചാൽ ബാത്തിലും മർദൂദും. മഖ്ബൂലാവോ? ഹറാമിൽ നിന്ന് രക്ഷപ്പെടാനോ? ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ നിക്കാഹിന് പ്രശ്നമൊന്നുമില്ല. ഒന്ന് മഹ്റുൽ മിസ്ലായിരിക്കരുത്. പറഞ്ഞത് മജ്ലിസിൽ പറഞ്ഞത് മഹ്റുൽ മിസ്ലിനേക്കാൾ കുറക്കാതിരിക്കരുത്. കുറച്ചാലും ഒന്നുമില്ല, അവനോട് പിടിച്ചു വാങ്ങും, ഇത്ര തന്നെ. പക്ഷെ ഹറാമ് വന്നു, അവനോട് വാങ്ങുമ്പോൾ എത്ര തന്നെ വാങ്ങും. പറഞ്ഞ് തെറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വാങ്ങും, ഇത്ര തന്നെ. അപ്പം മഹ്റുൽ മിസ്ലിനേക്കാൾ കുറച്ച് പറയരുത്. ഒന്ന്. രണ്ടാമത്തതോ നഖ്ദുൽ ബലദ്. നാട്ടിൽ എന്താണോ നാണയം, പൈസ പൈസ, ഉപ്പിക. പെണ്ണിന് ആവശ്യം തീർക്കാനല്ലേ ഈ മഹർ. അപ്പൊ നഖ്ദുൽ ബലദ് തന്നെ പറയണം. നഖ്ദുൽ ബലദിൽ നിന്ന് മാറ്റി പറഞ്ഞാൽ ഹറാമാണ്. അത് പറയുന്നത് സ്വർണം നഖ്ദുൽ ബലദല്ല, ഉപ്പിക കള്ളാസല്ലേ എടുത്തല്ലോ. കടം പറയാൻ പാടില്ല. പക്ഷേ അജന് പറയലോ നഖ്ദുൽ ബലദല്ലാത്തത് മഹറാക്കി കൊടുക്കലോ സാർവത്രികമായി നടമാടുന്നു എങ്കിൽ അത് മതി, മോചൽ പറ്റും, ഹറാമ് വരില്ല. അതുപോലെ നഖ്ദുൽ ബലദ് മാറ്റിമറിക്കുന്നതിനും തെറ്റില്ല. അപ്പൊ ശരിയല്ല. പൂർവികന്മാർക്ക് അങ്ങനെ ആദത്തുണ്ട്, അങ്ങനെ മതിയെന്ന്. വെള്ളി കൊടുക്കലോ സ്വർണം കൊടുക്കലോ. അതുപോലെ അജലി പറയൽ പതിവുണ്ടെങ്കിൽ പെണ്ണിന്റെ തൃപ്തിയില്ലാണ്ട് തന്നെ നടത്തിയാൽ കുറ്റം വരോ? ഇതെല്ലാം ഇതിൽ സമർത്ഥിക്കുന്നു. കണ്ട വലിയ നബി ഉപ്പാക്ക് ജായിസാണ്, ഉപ്പയാകുന്നതേ ഉള്ളൂ. പെണ്ണിന്റെ ഉപ്പയായാൽ മതി. പൈസ ലാളിക്കുന്നത് ഇവനാകണമെന്നില്ല. പൈലം എലിയൽ മാല, പൈസ പരിപാലിക്കുന്നത് ഇവനല്ല. പെണ്ണിന്റെ അക്കൗണ്ടൻസി ഇവനെല്ലാം നടത്തുന്നത്. ഇത് നോക്കണോ? അത് ഇവൻ തന്നെ പൈസ നടത്തണ്ടി. അല്ല, നീ തുർബി സഫഹിൽ മോളത്തരം വന്നു ചേർന്നു പെണ്ണിന് പേദൽ പുലൂവിന്റെ ശേഷം. അന്നേരം ഈ പെണ്ണിന്റെ പൈസ നിയന്ത്രിക്കേണ്ടത് കാളിയാണ്. പുലൂവിന്റെ ശേഷം പോയത്തം വന്നാൽ ഉപ്പയല്ല നോക്കല്, കാളിയാണ്. ഇപ്പൊ പൈസ ഇവൻ നിയന്ത്രിക്കുന്ന ആളല്ല. എന്നാൽ ഉപ്പ എന്ന നിലക്ക് നമ്മൾ കെട്ടിക്കുന്നേ. അലന്നഷ്ണി ഉമ്മ ഷാഫി മാമിന്റെ നസന്നില്ലേ, അത് ഉപ്പാക്ക് പരമാധികാരം കെട്ടിച്ചതിന്റെ ക്രെഡിറ്റ് ആരുടെ മേല? ആ ദോഷം വന്നാൽ അയ്ബ് ഏറ്റെടുക്കേണ്ടത് ഉപ്പല്ലേ. അതുകൊണ്ടാണ് ഉപ്പാക്ക് ഈ ജവാദ് വെച്ചത്.
പൈസ നിയന്ത്രിക്കുന്നത് ആരും നോക്കിയിട്ടല്ല. ഖിലാഫൻ ലിമൻ വഹമ ഫീ, ഇതിൽ തെറ്റിദ്ധരിച്ചവർക്ക് മാറ്റമായിട്ട്. ഫസഅമ, അങ്ങനെ അവർ പറഞ്ഞു, അന്ന വിലായത തസ്വീദിഹാ ഹിനൈദിൽ ഖാദി കവിലായത്തി മാലിഹാ, പൈസ നിയന്ത്രിക്കുന്നത് ഖാദി ആയതുകൊണ്ട് കെട്ടിക്കുന്നത് ആരെന്നെ ആവണം എന്ന് പറഞ്ഞവർക്ക് മാറ്റമായിട്ട്. ആ പറഞ്ഞത് ബാത്തിലാണ്. ഉണ്ടാക്കിയ ആള് എന്ന നിലയിൽ ഇയാളാ കെട്ടിക്കേണ്ടത്. പൈസ നിയന്ത്രിക്കുന്നത് ആരായിക്കോട്ടെ, കെട്ടിക്കൽ അർത്ഥത്തിൽ സമമാണ്. അല്ല അതിറാഗ്, അതിറാഗ് എന്ന് പറഞ്ഞാൽ കന്യകപ്പെടുന്നതാണ്. അതിറാഗ് والفعالى جومعا ساحراه والعذراء والقيسة بعا. عذراء എന്ന് പറഞ്ഞാൽ വിക്ർ ലുഗതൻ മഅറൂഫൻ. പക്ഷേ വഖദ് യുഫറഖൂന, അവർ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ബൈനഹുമ, വിക്റിന്റെയും അസ്റാഇന്റെയും ഇടയിൽ ഒരു മാറ്റമുണ്ട്. ഫയത്ലഖൂനൽ ബിക്റ അലാമൻ ഇദ്നുഹാ അസ്സുകൂതു ഐ സാലത്ത് വകാറത്തുഹാ, പത്ത് അല്ലാത്ത പല വഴിയിൽ കൂടി എന്ത് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ശരി, അങ്ങനത്തെ ആളെ പറ്റിയും എന്ത് പറയും, എന്ന് പറയും. ഐനുൽ യഖീനായിട്ട് വക്കാറത്ത് അവിടെ ബാക്കിയുണ്ടെങ്കിലാണ് എന്ത് അസ്റാഇ. സീൻ ഹാജരായ പെണ്ണ് അസ്റാഇ. മറ്റേത് വിക്റിന്റെ ഹുക്കുമിലുള്ളവർ വിക്രന്നെ. പത്ത് അല്ലാത്ത രൂപത്തിൽ വക്കാറത്ത് നീങ്ങിയാലും വക്കാറത്തുള്ള വിധിയിലല്ലേ, അവർക്കും കൂടി എന്ത് ഉപയോഗിക്കാം, വിക്രെന്ന്. അതിറാവ് ഭയങ്കരമായി പോയില്ലേ, കാണത്തക്ക രൂപത്തിൽ എന്ത് വേണം, ഒറിജിനാലിറ്റിയിൽ അവിടെ സീലുണ്ടോ അവർക്ക് മാത്രമേ എന്ത് പറയുള്ളൂ. എന്ന് പറഞ്ഞത് ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്താ, ചെറുവാനി ശരിയാക്കി സീനായി പോയി, ഞെരുക്കം പിടിച്ച ആളെന്നായി പോയി, അടിയിൽ ബാലൻസ് ആക്ക്. ചെറുവാനി ഉണ്ടാ എന്നാ പതുണ്ട ചെറുവാനി സ്വാദുണ്ടാ, അടിയിൽ പാള കുറവ് കാണും. സീനിന്റെ ശേഷം അടിയിൽ താങ്ങുന്നില്ലല്ലോ. എന്ന് പറഞ്ഞെടുത്ത് അടിയിൽ പ്ലേറ്റ് കാണുന്നില്ല. മര്യാദക്ക് സ്വാദുണ്ടാ. എന്ന് പറഞ്ഞാൽ ആരാ, ഉറ്റുന്നവൾ, ഉറ്റുന്നവൾ, തെറിക്കുന്നവൾ. ഇത് പൊരുത്ത വാങ്ങ ഒരു ഈ സൂചിയോട് കുത്തി നോക്കിയ അങ്ങേയറ്റം ബൗദ്ധം വാങ്ങാം. ഒരോട്ടയാക്ക് താക്കോലുണ്ടൊരു കുത്തു നോക്ക്. അതാ മൊയ്സീർ. ആരാണ് മൊയ്സീർ എന്ന് പറഞ്ഞാൽ? അല്ല മുഖാരിബത്തിൽ ഹൈലിയും, ഹൈദിനോട് അടുത്ത പെണ്ണ്. ഇത്രയേ മുറാദ്, ഹൈദിനോട് അടുത്ത പെണ്ണ്. അതുപോലെ വാലാമൻ ആദത്ത്, ഹൈദ് ആയ പെണ്ണ്. ഹൈദ് വന്നിട്ടുണ്ട്, ഇപ്പൊ ഹൈദ് പോണമെന്നല്ല, ഇവൾ ബഷീറാണ് എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഹൈദ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഹൈദ് ഇവിടെ ഉണ്ടെന്നാ. വയലാമം വലതത്ത്, പ്രസവിച്ചണീച്ച പെണ്ണിന് എന്ത് പറയാ, അബലമില്ലാത ഒരു പ്രസവം കണ്ടാണ്, ഇവൾ ബഷീറാണ്. അല്ലെങ്കിൽ പുരയിൽ തടയപ്പെട്ടു, പുരയിൽ കടി പോണ്ടെന്ന് പറഞ്ഞ് നിർത്തി. സഹായത്ത തമിസത്ത്. ഇപ്പോ തമിസത്ത് എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടത് എപ്പോ, സഹായത്ത തമിസത്ത് ഹൈദായ സമയത്ത്. ഹൈന്ന് വരാൻ തുടങ്ങിയത് കൊണ്ട് പുരയിൽ തടഞ്ഞു വെച്ചു, സ്കൂളിലയക്കാണ്ട്. തമിസത്ത് ഹാബത്ത് തടയപ്പെട്ടത് എപ്പോ, ഹൈദ് വന്ന കാരണം കൊണ്ട്. അങ്ങനത്തെ ആളെ പറ്റി എന്ത് പറയാ,
തിരിയുന്നില്ലേ? ഔ അല്ലെങ്കിൽ അവിടെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. ഇത് വന്നാൽ പിരിച്ചുകൊണ്ടാക്കൂലില്ല. അതുപോലെ 20 വയസ്സിനോട് അടുത്തവർക്കും എന്ത് എന്ന പ്രയോഗമുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. കണ്ടാ എല്ലാം ആരണ്യാണ്. അതിറാകല്ലാണ് മൈസൂരല്ലേ തുടങ്ങി. സഗീറത്തൻ വ കബീറത്തൻ ആഖിലത്തൻ വ മജ്നൂനത്തൻ. തൃപ്തി വേണ്ട, തൃപ്തി സുന്നത്തേ ഉള്ളൂ. ദാറഖുത്നിയുടെ ഹദീസിന് വേണ്ടി അസയ്യിബു അഹഖു ബിനഫ്സിഹാ മിൻ വലിയിഹാ. വലിയനേക്കാണ് കൂടുതൽ അധികാരം ആർക്കാണ്? കാരണം അവൾ സമ്മതിച്ചെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സാക്ഷാൽ ഉപ്പയായാൽ തന്നെയും ഉപ്പാൻ്റെ ഉപ്പയായാൽ പോലും അവൾക്കാണ് ഏറ്റവും വലിയ അധികാരം. ചീക ചെല്ലേണ്ടത് ഉപ്പയാണെങ്കിൽ അവൾ തന്നെങ്കിലല്ലേ ഉള്ളൂ. 11 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് വൈകുന്നേരം പറഞ്ഞു. എന്താക്കല് ആ വിക്കറിനെ കെട്ടിക്കാൻ ഉപ്പ നാളെ കുത്തിനിയിലുണ്ട്. ഇങ്ങനെ പാത്രങ്ങളെ തൊട്ട് ഭൂമി ലോകത്ത് എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഉപ്പാക്ക് ഉണ്ടാക്കാൻ സമ്മതമില്ല. ശരീരത്തിനെ കെട്ടിക്കാൻ കബീറത്തിൽ ഹനഫിക്കാർ ഇടയും. നിക്കറായാലും ഉപ്പാക്ക് അധികാരമില്ല, പെണ്ണിനാണ് അധികാരം. പെണ്ണ് തന്നെങ്കിൽ ആർക്കുള്ളൂ. അങ്ങനെ അടഞ്ഞ് പ്രവർത്തിക്കും ഹനഫി. അതുകൊണ്ട് ആ സമ്മതം എടുക്കണം. കാരണം ഹനഫി മദ്ഹബ് അനുസരിച്ച് നമ്മളെ നിക്കാഹ് ആകുന്നില്ല എന്ന്. അതുകൊണ്ട് സമ്മതം എടുപ്പിക്കുന്നതല്ല കൊണ്ട് പൊതുവെ നോക്കുന്നതായ സുന്നത്തല്ലേ. ശരിയാകാൻ തന്നെ ഒരു ശർത്തുണ്ട്. കഫാഅത്തു സൗജി ഫയസാലുഹു ബിമഹ്റിൽ മിസ്ലി. മഹർ മിസ്ലില്ലാത്തവൻ ഫഖീറല്ലേ, തുലഞ്ഞവനല്ലേ. അങ്ങനത്തെ ആളെ പുതിയാപ്പിള കെടുക്കല്. കമാ ബയ്യൻതു ഫീ ശറഇൽ ഇർശാദി ഫതുൽ ജവാദിനുണ്ട്. ശറഇൽ ഇർശാദി ഫതുൽ ജവാദ് ഇംദാദിലെന്നല്ല ഉള്ളത്. ഫതുൽ ജവാദിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് പോലും. ഇത് അവന്റെ മിൽക്കില് തയ്യാറായിട്ട് എന്ത് വേണോ കടം വാങ്ങി കൊണ്ടുവച്ചാലും ശരി. ആരെങ്കിലും പണ്ടെടുത്തിട്ട് ഇതിന് പകരമെന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനെ തട്ടിപ്പും നടക്കുന്നുണ്ട് പോലും. കടം വാങ്ങിയാലും പറ്റും. വലിയ കടം കൂട്ടണമെന്നല്ല, ഇതിവന്റെ തന്നെ അല്ലേ. അല്ലെ ജോലി ഉണ്ടായാലും മതി, കിട്ടാനുണ്ട് പോലും പണിയെടുത്ത വകയിൽ. എങ്ങനെയും മതി, അവന്റെ മിൽക്കിൽ ഉണ്ടാകണോ. അല്ലാണ്ട് എന്തുപോരാ ആരെങ്കിലും പിടിച്ചു കൊണ്ടാണ് ചിപ്പം കാണിച്ചാൽ മതി. മജ്‌ലിസ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഈ മകന് പകരം അങ്ങനെ അവതരിപ്പിച്ചാൽ മതിയാ. അങ്ങനെ പറയുന്നുണ്ട്. എത്രയോ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ പെണ്ണിനല്ല ചക്കനിക്ക് എന്താക്കാം, ഒരു സമ്മാനം കൊടുക്കാം. ആ സമ്മാനം ആരുടെ അക്കൗണ്ടിലേക്കായി? ഭർത്താവിന്റെ. അപ്പൊ മതിയല്ലോ. ആരെങ്കിലും എടുത്തിട്ട് അരിയത്തായിട്ട് എടുത്തോണ്ടായിട്ട് മഹറാക്കിനെ കാണിച്ചാൽ മതിയാവോ? ജീവന്റെ വിൽക്കല്ലല്ലോ. എന്താ കല്ലാന്നാ പറയും. എന്തുണ്ടാകാൻ പാടില്ല. ആ ആടെ വയസ്സാറുഹൂന്റെ ചെറന്ന് വായിച്ചേ. വയസ്സാറുഹു ആവതുള്ള ആളായിരിക്കണം. പെണ്ണിനെ കെട്ടിച്ചു അവധിക്ക്. ഗൗജിന് മഹറുൽ മിസ്രി പൂർത്തിയാക്കി കൊടുക്കാൻ അവൻ്റെ അടുത്തുണ്ട്. എന്നാ ശരിയാണ്, പറഞ്ഞത്ര കൊടുക്കാൻ കഴിയില്ല. അത് മുത്തരിയാണ്. കുറച്ചിട്ടില്ല, നടപ്പിനെ തൊട്ട് കുറച്ചിട്ടില്ല. കാരണം മഹറുൽ മിസ്രിയല്ലേ ഹക്കുള്ളൂ അല്ലേ.
അല്ലേ? അന്നഹു ലൗ സബ്ബജഹാ ബിമുഅജ്ജലി അല്ലേ? ഉഴ്തുവറ യസാറുഹു ബി അയ്വൻ മുഅജ്ജല പറഞ്ഞെങ്കിൽ വല്ലാഹി അന്നൽ ഇബ്റത ബി വഖ്തി ഹുലൂലിൽ അജൽ അതിലുണ്ടാകുമ്പോഴേ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെയാണോ ഈ വാർത്ത? ഈ വാർത്ത വായിച്ചിട്ട് പറയും യൂഹമിന്നു ആവത് വേണം എന്നതിൽ നിന്ന് കിട്ടി. മുഅജ്ജലിന് കെട്ടിച്ചു. പക്ഷെ എനിക്ക് എത്ര കൊടുക്കാൻ കഴിയും? എന്നാ മതി, അധികം കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അറബി മുഅജ്ജലിനായി വാർത്തു മുഅജ്ജൽ കൊണ്ട് കെട്ടിച്ചത് വലിയ വരുന്നില്ലേ? ഈ അക്സറമിന്നൂന്നല്ലേ? അക്സറമിന്നൂന്നാണ്. അക്സർ കൊണ്ട് കെട്ടിച്ചു പോലും അത്ര കൊടുക്കാൻ ഒന്നിക്കില്ല. മാറിൽ മിശ്ര സ്റ്റോക്ക് ഉണ്ട് പോലും. അങ്ങനെയാണ് എന്തെല്ലാം അത് ഇവാർ തട്ടി പറഞ്ഞതാണ്. മുറൽ ബസരിയിലുണ്ടത് 333 ബസരി ഒഴിവാക്കി പറഞ്ഞിട്ടതാ. മനുഷ്യ ബിമുഅജ്ജലിന്നല്ല, അത് അടുത്ത ഭാവിയിൽ വരും. ബിമുഅജ്ജലിൻ എന്ന് പറഞ്ഞത് ഇവിടെ വേണ്ടത് എന്താ? അക്സറമിൻ. ശരിയായില്ലേ? ശരിയായില്ലേ? മസലിന്റെ കിടപ്പ് മുഅജ്ജലിനെ കെട്ടിച്ചെങ്കിൽ വീട്ടേണ്ട സമയം നമ്മളെ ആവത് വന്നാൽ മതി. അത് വേറെ പറയുന്നുണ്ട്. ഇത് പറയുന്നത് മജ്ലിസിൽ പറഞ്ഞത് പറയാ ആവത് പോലും മാറിൽ മിശ്ര കഴിയുമ്പോൾ തന്നെ ഉണ്ട് പോലും. എന്നാലും അടിച്ചതിൽ പേച്ചതാണ്. പെണ്ണിന്റെയും റോജിന്റെയും ഇടയിൽ കലീലായ എതിർപ്പ് പോലും പറ്റൂല. മാതാവത്തിൽ ലാഹിറ പട്ടാപകൽ എതിർപ്പ് പാടില്ല. പട്ടാപകൽ എന്ന് പറഞ്ഞാൽ എത്ര? ഈ എതിർപ്പ് പറഞ്ഞതല്ല നാട്ടുകാർക്ക്. നാട്ടുകാർക്ക് തന്നെ അറിയാം ആരോട് എതിർപ്പുണ്ട്. നല്ല പോലെ വാർത്ത വേണ്ടത് നിഞ്ചാനിബിൽ വലിയ ഇതൽ മറുകത്തി അതവിടെ നോട്ടോ. ബൈനഹാവൈനല്ലബിയാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടോ അങ്ങനെ ഒരു ശബ്ദുണ്ടോ? പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് അത്രത്തോളം വേണ്ട. പിന്നെ ഇതില്ലാതിരിക്കൽ, ഏത് അദാവത്തില്ലാതിരിക്കൽ ഷർത്തുല്ലിൽ ജവാസ് കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനും മാത്രം. നിക്കാഹ് ശരിയാകാൻ വേണ്ടിയിട്ടല്ല പോലും, കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിക്കാഹ് ശരി തന്നെ പോലും. അദാവത്തുണ്ടെങ്കിലും അത് സഹി, അപ്പൊ അതും സഹിയല്ല. നിക്കാഹ് തന്നെ പൊട്ടിപ്പൊളിയുന്ന ഔല. അദാവത്ത് ഉണ്ടെങ്കിൽ സമ്മതം എടുക്കാത്ത കാലത്തോളം ഉണ്ടാവില്ല. അവിടെ ഒരു കൂട്ടർ പറയുന്നത് നിക്കാഹ് ശരി തന്നെ പോലും കുറ്റക്കാരനാകും. ഇങ്ങനെയാണോ? കൈ കൊളുത്ത അദാലത്തി രക്ഷിതാവിന്റെ അദാലത്ത് വേണമെന്ന് പറയുമ്പോൾ പെണ്ണിനോട് അദാവത്ത് ഉണ്ടാവരുത് എന്ന് കിട്ടിയില്ലേ? മുഅ്മിനീങ്ങളോട് അദാവത്ത് വെച്ച് പുലർത്തുന്നവർ അദാലത്തുള്ള ആളാവോ? വലിയ അതിലാവണം എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടിയില്ലേ? ഉണ്ടാവരുത്. പിന്നെന്താ ഇത് പറയേണ്ട ആവശ്യം? കാരണം ഈ തനാഫിഹിമ അദാവത്തുണ്ടാവലും അദാലത്തുണ്ടാവലും പരസ്പരം എതിരല്ലേ? അപ്പം വലിയ ആദിലാണെങ്കിൽ എന്തുണ്ടാവില്ലല്ലോ, എന്നല്ലേക്ക് പഠിപ്പിച്ചില്ല. അതാരങ്ങനെ പറഞ്ഞത്? അദാവത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലേ അതിലാവും. ഒരാൾക്കൊരാളോട് ദേഷ്യമുണ്ട് പോലും, അതുകൊണ്ട് അതിലെല്ലാം ഉണ്ടാകല. കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെ ശരിയാക്കി അദാവത്ത് ഉണ്ടായത് കൊണ്ട് അദാലത്ത് പോയി. ഇങ്ങനെണ്ടാ 10:234 അദാലത്തിന്റെ ശബ്ദം വായിച്ചോ. സലാമത്തു മിനൽ അദാവത്തി എന്ന് പറഞ്ഞിട്ടില്ല, സലാമത്തു മിനൽ ഫിസ്ഖി എന്നാ പറഞ്ഞു. 10:234 അല്ലെങ്കിൽ പഠിക്കുന്ന ഭാഗമല്ലേ അല്ലേ? ലിമാ സതഅലമുഹു ഫീ മബഹതിഹ അദാലത്തിന്റെ ചർച്ചയിൽ നിങ്ങൾക്ക് കാണാം 10:234 അന്നഹ അദാലത്ത് ഫിസ്കിലേക്ക് എത്തിക്കൂല. അദാവത്ത് ഉണ്ടായതുകൊണ്ട് ഫിസ്കിലേക്ക് എത്തിക്കോ?
അപ്പൊ അതാവത്തുള്ളതോട് കൂടി അതിലായിക്കൂടെ ആടെത്തിയ ഷഹാദത്തിലേക്ക് തിരിക്കും. ചേർത്തിരിക്കുന്നു ഇമാം ഖഫഫ് ഖഫഫ് മുജ്ബിരി മുജ്ബിറിനോട് ഖിയാസാക്കി വക്കീലോ അതാവത്ത് ഉണ്ടെങ്കിൽ ഈ വക്കീലിനെ ദേഷ്യമുണ്ടോ ആരുടെ പെണ്ണിനോട് എന്നാൽ കെട്ടിക്കാൻ പറ്റോ അങ്ങനെ ഉണ്ട് പോലും. പക്ഷെ അത് ദൗജിനെ നിർണയിച്ചിട്ടില്ലെങ്കിലാണ് ഓന്റെ ഇഷ്ടത്തിന് കെട്ടിക്കും. ദൗജി ഇന്നയാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഈ പണിയോടെ നിൽപ്പുണ്ടെങ്കിലും ചീയൊക്കെ എത്തുന്ന കേട്ടോ മനസ്സിലാക്കി. പ്രത്യേകം ഉണർത്തുന്ന മനസ്സിലാ അത് ദൗജിനെ നിർണയിക്കാണ്ട് നിന്റെ ഇഷ്ടത്തിന് കെട്ടിച്ചോ എന്ന് പറഞ്ഞാല് ഇവൻ എതിർപ്പുള്ള ആളാണ് ആ പെണ്ണിന്റെ നേരെ എങ്കിൽ കാത്തു സൂക്ഷിക്കണം കേട്ടാ. ശക്തമായ അദാവത്ത് നിന്ന് ആടില്ല, ചെറിയ അദാവത്തും പറ്റൂല വക്കീലിന് ആര് നേരെ. കാരണം ഉപ്പയും ആരാനും തമ്മിൽ വ്യത്യാസം. ഇവൻ പകച്ചു കളി. അപ്പൊ മലോകഫിയത്ത് ചെറിയ അദാവത്ത് പോലും ആർക്കുണ്ടാകാൻ പാടില്ല. ഉപ്പാന്റെ ഇടയിലും മുജറദുൽ അദാവത്ത് തന്നെ മാനിയാൽ ആർക്ക് അന്ന ശഫഖത്തുൽ വലിയ്യി തദ്ഉഹു ഇലാ റിആയത്തിൽ മസ്ലഹ വലോ മഅൽ അദാവ. ചെറിയ അദാവത്ത് ഉണ്ടെങ്കിലും ഉപ്പ ശ്രദ്ധിക്കും. ബിഖിലാഫിൽ വക്കീൽ ഫഇന്നഹു ലാ ശഫഖത പെണ്ണിന്റെ നേരെ എന്തില്ല. അപ്പോ യഅമിലു അൽ അദാവത്തു അലാ അദമി റിആയത്തിൽ മസ്ലഹ മസ്ലഹയെ സൂക്ഷിക്കാൻ നിൽക്കൂല. അതുകൊണ്ട് അതങ്ങനെ വലിജവാസി മുബാശറത്ത് ജായിസാകാറുണ്ട് എന്ന് പറഞ്ഞാൽ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. കുറ്റമില്ലാതെ കെട്ടിക്കാം 3 ഷർത്ത്. കുറ്റമില്ലാണ്ടാകണ്ടേ എന്തെല്ലാം 3 എന്തെല്ലാം 3 അല്ലാണ്ട് എന്തെല്ലാം അതെല്ലാം വേണം നഷ്ടം. അതായത് പെണ്ണിന്റെ ഉപകാരം പെണ്ണിന് എടുക്കാൻ പറ്റുന്നതെല്ലാം എടുക്കണം നഷ്ടം. ഇപ്പൊ കെട്ടിച്ചല്ലേ അങ്ങനെ ആയിപ്പോയത്, ഇപ്പൊ കെട്ടിച്ചല്ലേ കടായിപ്പോയത്, അല്ലെങ്കിൽ റെഡി കാശ് വരില്ലേ. പക്ഷേ എത്തി 400 പേജിരിക്കുന്നുണ്ട് കണക്ഷൻ. ഇത് ഡിസ്കൗണ്ട് 400 മിസിന്റെ ഭാവി കടം പാടില്ല. അതുപോലെ നാട്ടിലുള്ള നഖ്താകണം എന്ന് പറഞ്ഞത് ഫീമൻ ലം യഅതദിന അത്തൈജീല ഔ ഗൈറ നഖ്ദിൽ ബലദി വഇല്ല ജാസ ബിൽ മുഅജ്ജൽ വബിഗൈർ നഖ്ദിൽ ബലദി അലാ മാ ഫീ മിമ്മാ സാഖുഹു സമ 400 പേജ് പഠിച്ചു. ഇവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയില്ല. അങ്ങനെ വല്ല ഓത്തുന്ന സദാഖിന്റെ ബാബിലുണ്ട്. ഈ 2 ഷർത്ത് എപ്പോഴേ സൂക്ഷിക്കണ്ടു. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചോ. നിങ്ങൾ വെറുതെ കുഴപ്പാക്കാൻ നിൽക്കണ്ട. അവധി കൊടുക്കല് പതിവുണ്ടെങ്കിൽ പെണ്ണിന്റെ സമ്മതം എടുക്കണ്ട. പിന്നെ കൊണ്ടുവരാന്ന് പറയലുണ്ട്. അതുപോലെ നാട്ടിലുള്ള നാണയം അല്ലാത്തത് കൊടുക്കല് പതിവുണ്ടെങ്കിൽ ഇവൻ കെട്ടിച്ച കുറ്റക്കാരനാവോ? പസ്തിറാത്തും അല്ലാത്ത പറഞ്ഞോ പെണ്ണ് ബുദ്ധിമുട്ടി പോകാൻ പാടില്ല എന്ന് ശ്രദ്ധാക്കലോ. വയസ്സധികമായിട്ട് അല്ലെങ്കിൽ കണ്ണ് കാണായിട്ട് കാരണം ഫസ്കാക്കൂലേ. അതുകൊണ്ട് അങ്ങനെ ഷർത്ത് വെക്കുന്നു. ഒരു പുതിയ ഷർത്ത് എന്ത് അറിവ് കൊണ്ടോ കാഴ്ചക്കുറവ് കൊണ്ടോ പെണ്ണ് ബുദ്ധിമുട്ടി പോകരുത്. പെണ്ണ് ആട്ടി ഓടിക്കൂലേ. അതുകൊണ്ട് തന്നെ അറിവില്ലാന്നും കണ്ണ് കിടിയുണ്ടെന്നും അങ്ങനെ ഉണ്ടാകും. ഹജ്ജ് നിർബന്ധമായ പെണ്ണും ആകരുത് പോലും. കാരണം കെട്ടിച്ച പുതിയ അവിടെ നടന്നെങ്കിലോ എന്നൊരു ഷർത്ത്. ഹജ്ജ് നിർബന്ധമായ പെണ്ണാണെങ്കിൽ പെണ്ണിനോട് ചോദിക്കണം പോലും ഇപ്പോഴേ വായിക്കണോ, എല്ലാം അടുത്തോലും മതിയാ.
ഹജ്ജിനാവട്ടെ പോകാറുണ്ടെങ്കിലോ വൈല വിസ്തൃതി ഇതിനുഹാ ഇയല്ലാ യംനഅഹാ സൗജു മിൻഹു അതെല്ലാം ലൈഫായി വലത്താനി ഷാദ് ഹജ്ജ് നിർബന്ധമായ പെണ്ണിനോട് സമ്മതത്തെ വായിക്കാവൂ എന്നത് ഈ വുജൂദില്ലെത്തി തടയാനുള്ള അധികാരം ഇനിയും ബാക്കി മൈദിനിഹ സമ്മതത്തിൽ തന്നെ കെട്ടിച്ച് എന്നാലും തടയേണ്ട അധികാരം ആയിരിക്കുന്നുണ്ട് ഇപ്പഴേ കൊണ്ടടുത്തോലെ പോവാ എന്ന് ഭർത്താവ് പറഞ്ഞു എന്താക്കണി അങ്ങനെ സമ്മതം കിട്ടണോ പെണ്ണിന്റെ സമ്മതമെടുക്കൽ എന്താണ് ബാലികത്തും ആക്കിലെത്തി സക്രാനായാൽ അല്ലേ എന്താ അവിടെ ഇവര് കാശ് വന്ന് ശരിയാക്കി എല്ലാവരും വരുന്നുണ്ട് വരാനുണ്ട് ശരിയാക്കാൻ അല്ലേ എന്താ അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി സക്രാനത്തായാലും ശരി സക്രാനത്തിനോട് ഒക്കെ എങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കൽ ചക്ര തുടങ്ങിയതേ ഉള്ളൂ പോലും ഇന്ന് അബ്ബലിനെത്തി അടുത്ത തീമ വരും അവള് മനഃപൂർവ്വം ബുദ്ധി നീക്കിയവണ്ണ എന്നാലും സംഭവം എടുക്കണം പോലും തുടക്കത്തിലെടുക്കാനാ പിന്നെ ഇവിടെ വേറിയ ചവമുണ്ട് ഇനിയുണ്ട് അല്ലേ പിന്നെ മേലെ ഖബർ മുസ്ലിം ണ്ടല്ലോ അതിനതുമാണ് സഹീഹ് മുസ്ലിമിൽ ഇബ്നു അബ്ബാസ് തങ്ങളുടെ തൊട്ട് എന്തിന് ജംഅൻ ബൈനഹു ഹദീസിന്റെ ഇടയിലും ബൈന ഖബരി ദാറഖുത്നിക്ക് ഇതൊരു 43 ദാറഖുത്നിയുടെ ഹദീസില്ലേ ഇത് ഇപ്പം വായിച്ചില്ലേ 43 മാത്രം വിക്രമ നോക്കണ്ടെന്നില്ലേ അതിൻ്റെ ഇടയിൽ ജോയിന്റ് ആക്കണ്ടിക്കല് ഐ ബിനാഗൻ അലാ സുബൂതി ഖൗലിഹി ഫീഹി ദാറഖുത്നിയുടെ സാബിഖായ ഹദീസിൽ ഉണ്ട് എന്ന് വെച്ചിട്ട് യുസബ്ബിജുഹാ അബൂഹാ എന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനെ റിവായത്ത് ഉണ്ടോ ഇല്ലയെന്ന് സംശയം ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെയും ഉണ്ടല്ലോ യുസബ്ബിജുഹാ അബൂഹാ ജംഅൻ ബൈനഹു ഈ ഹദീസിന്റെയും വബൈന ഖബരി ദാറഖുത്നി അസാബിഖി 243 ഒരു ഹദീസ് പറഞ്ഞില്ലേ ഐ ഇത് സംസാരിക്കുന്നത് വിനാഗൻ അലാ സുബൂതി ഖൗലിഹി ദാറഖുത്നിയുടെ ഖൗലി സുബൂത്തായിട്ടുണ്ട് അല്ലെങ്കിൽ നബിയുടെ ഖൗലി ഫീഹി ഇവിടെ സാബിഖായ ഹദീസിൽ എന്താ ഖൗലി യുസബ്ബിജുഹാ അബൂഹാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന കഷ്ണം അതിലുണ്ട് എന്ന് വെച്ചിട്ടാണ് ഇല്ലാന്നും പറയുന്നുണ്ട് അടിസ്ഥാനത്തിലെ ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യണ്ട ആ കഷ്ണം ഇല്ലെങ്കിലൊന്നും പറയാനില്ല ചില വിവാഹത്തിന് അങ്ങനെയും കൂടെ കൊടുത്തിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതും അതും എതിരായില്ലേ അത് വുജൂബ് ഇതിനെതുവാക്കും അവിടെ സമ്മതമെടുക്കൽ നിർബന്ധം ഇവിടെ സുന്നത്തുവാക്കി ഈ കഷ്ണം ഉണ്ട് എന്ന് വെച്ചിട്ട് അലാ സുബൂതി ഖൗലിഹി ദാറഖുത്നിയുടെ ഖൗലി അല്ലെങ്കിൽ നബിയുടെ ഖൗലി ഉണ്ട് ഫീഹി സാബിഖായ ഹദീസിലുണ്ട് എന്ന ആ ഖൗലി സബിജു അബൂ ഹാദ് അസ്വരീഹി ഫിൽ ഇജ്ബാർ അവിടെ ഇബ്നു ഖാസിം ഒന്ന് ശരിയാക്കി ഫറൻ ഖുലിഖ ലഹു ഖുബുലാനി അയാൾക്ക് എന്തുണ്ട് രണ്ട് ഖുബുൽ ഫയംബഗി അസ്ലിയൈനി രണ്ടിയാൾ അസ്ലിയൈനി എങ്ങനെ അസ്ലിയൈനി അസ്ലാനി അല്ല ശരിയായില്ലേ അതെ എന്ന് ദാറഖുത്നിയുടെ റിവായത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മത്സരിച്ചിട്ടുണ്ട് ലാകിന്നൽ മുഹററ ഫീ മഹല്ലിഹി അന്ന സിയാദത സിഖത്തി മഖബൂലത്തുൻ വൈൻ ഫർദ ബിഹാ എന്ന് നിർത്തിയിട്ടുണ്ട് ഒരു സിഖത്തെങ്ങാനും പറഞ്ഞാൽ മഖബൂല മറ്റുള്ളതിൽ ഇല്ലെങ്കിൽ
ലിൽജംഇ അൽഹംദുൽ മദ്കൂർ. എന്ത് വേണം? അംലി ചെയ്യണം. അപ്പം എന്താക്കല്? അമ്മ സഗീറത്തു പിഞ്ഞോമനെ പെയ്തരാന്നില്ല, സമ്മതം എടുത്തിട്ടേ പറയില്ല. പക്ഷേ തമ്മീസായാൽ തന്നെ സമ്മതത്തിന് ടൈമായി. മുഗ്നിയിലുണ്ട്, ഹസനുൽ മുത്താലിബിലുണ്ട്. ബാലിഗത്തിന് മാത്രമല്ല വയസ്സാക്കപ്പെട്ടിട്ടുണ്ട്. ഒക്കെ കാര്യം തിരിയാൻ തുടങ്ങിയില്ലേ? നന്നച്ചോട്ടയാണെങ്കിൽ വേണ്ടേ വേണ്ട, സഹീറത്താണെങ്കിൽ വേണ്ടെന്ന വിനാജർ പറഞ്ഞു. ഓളെ സമ്മതം എന്ത് സമ്മതം? പക്ഷെ മുഹിനി ഹസനുൽ മുത്താലിബ് ഹൈടോപ്പ് ആക്കി കൊടുത്തെന്താ? ഇവത്തുൽമയിലുണ്ട്, ഇത് അമലിന് കൊണ്ടുവന്നാണ്. അപ്പൊ മുമയ്യിദായാൽ തന്നെ എന്ത് വേണം? ആ അതെ, ഖബർ ഇത്ലാഖിന് വേണ്ടി. കൂടാതെ വലിയന്നമായതല്ല അയിമത്തി ഔജബും, വലിയന്നമായതല്ല അയിമത്തി ഔജബും അതെടുത്തേക്ക് മുമയ്യിദായ വേണ്ടിയിലേക്കാം. ബാലിഗത്തിനോട് സമ്മതം തേടൽ എന്തുണ്ട്? ഇത്ലാഖിൽ ഖബരി വലിയന്നമായതല്ല അയിമത്തി ഔജബും. അതല്ലേ ഏടത്തേക്കാ ഇല്ലത്തിന് ഞാൻ പറയും. മുമയ്യിദായ വണ്ടിയിലേക്കാ മടക്കുന്നു. ബാലിഗത്തായ വണ്ടി അല്ല. സമ്മതം എടുക്കൽ ജുമാണെന്നുള്ള കോല് പരിഗണിച്ചിട്ടാണ്. എന്തായാലും വൈശന് അല്ല നിക്കറായ പെണ്ണാണെങ്കിൽ ഇല്ലാതെ ഹാജത്തിനാവും മസ്ലഹ എന്നാണ്. എന്താ കട്ടിക്കരുത്, വലുതായിട്ടല്ലാണ്ട്. ചെറിയ പെണ്ണിനെ കട്ടിക്കൽ ഒരു നിലക്കും തുമ്പില്ല. ഒന്നാമത് ഇതിനെടുക്കാൻ കഴിയില്ല അല്ലേ? മാറുന്ന പെണ്ണിലേക്ക് അയക്കണം. ഇപ്പൊ ഡയറക്റ്റ് ചോദിക്കരുത്, അത് മോശം. ഇപ്പൊ എന്നെ കയറി ഇതിനെ കട്ടിക്കട്ടാ നീ വാങ്ങുന്ന അവൾ അമ്പലത്തിൽ പോവില്ല. അങ്ങനത്തെ ആളെ അയക്കണ്ടി. വല്ലുമ്മു ഔല വല്ലുമ്മു ഔല വസാനി ഔല ഇന്ദാഹിലിൽ ബസറ. ഉമ്മയാ നല്ലത് പോലും. എന്തേ? അല്ലേ? ഉമ്മാനേൽപ്പിക്കലാണത്. സമ്മതം എടുക്കാൻ. അതായത് പിതാവിനോട് പറയാത്തത് ആരോട് പറയൂ?